ഇത് പ്രൊഫസർ വി കാർത്തികേയൻ നായർ, അധ്യാപകനും ചരിത്രകാരനും ചരിത്ര പണ്ഡിതനുമായ പ്രൊഫസർ വി കാർത്തികേയൻ നായർ മനസ്സ് തുറക്കുന്നു ഞാനറിഞ്ഞ ക്രിസ്തുവിലൂടെ. എല്ലാവർക്കും നമസ്കാരം. ഞാനറിഞ്ഞ ക്രിസ്തു എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ചരിത്ര വിദ്യാർത്ഥിയായ ഞാൻ യേശുവിനെ കാണുന്നത് വിശ്വമാനവനായിട്ടാണ്. മനുഷ്യ സമൂഹത്തിലെ ആദ്യത്തെ വിശ്വമാനവൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് യേശു ക്രിസ്തുവാണെന്നുള്ള കാര്യത്തിൽ ആരും സംശയം പറയും എന്നെനിക്ക് തോന്നുന്നില്ല. അതിനു മുമ്പുള്ള സമൂഹത്തിലൊന്നും ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ നമുക്ക് കണ്ടെത്താനാവില്ല. പണ്ഡിതന്മാരുണ്ട്, ദാർശനികന്മാരുണ്ട്, ചക്രവർത്തിമാരുണ്ട്. പക്ഷേ യേശുവിനെ പോലെ സമാധാനശീലനും ശാന്തസ്വരൂപനും ആയ ഒരു വ്യക്തിയെ അതിനു മുമ്പ് നമുക്ക് മനുഷ്യ സമൂഹത്തിന് കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം എത്തിയതും തന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുകയാണെന്നുള്ള തത്വം മനസ്സിൽ വെച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഭരണകർത്താക്കളും വ്യക്തികളും ഒക്കെ തന്നെ മനുഷ്യ സ്നേഹത്തിന് വേണ്ടിയിട്ട്, മനുഷ്യൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഒരു ക്ഷേമരാഷ്ട്രം നിർമ്മിക്കണമെന്ന് ഭരണകർത്താക്കൾക്ക് സംശയമുണ്ടായാൽ അല്ലെങ്കിൽ ആഗ്രഹമുണ്ടായാൽ അത് തുടങ്ങുന്നത് യേശുവിൽ നിന്നായിരിക്കും. തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിച്ചുകൊണ്ട്, വിശക്കുന്നവൻ ആഹാരം കൊടുത്തുകൊണ്ട്, വിശപ്പ് മാറ്റിയാലും അവൻ തൃപ്തിപ്പെടുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ അതിനപ്പുറമുള്ള സാധനങ്ങൾ കൊടുത്തുകൊണ്ട്. യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നില്ല എന്ന്. അതിനർത്ഥം എന്താണ്? മനുഷ്യൻ്റെ മനസ്സിന് സമാധാനമുണ്ടാക്കാൻ, അവന് ശാദ്വലതയുണ്ടാക്കാൻ മറ്റു പല കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ്, യേശുവിൽ നിന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് മനുഷ്യ ഭരണകർത്താക്കളൊക്കെ തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. ലോകത്തെ എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും എത്തി എന്ന് പറഞ്ഞുവല്ലോ. അത് അമേരിക്കയിൽ ഏറ്റവും ഒടുവിൽ കണ്ടുപിടിച്ച ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. അതിന് തൊട്ട് മുമ്പ് കണ്ടുപിടിക്കപ്പെട്ട 2 ഭൂഖണ്ഡങ്ങളാണ് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും. അവിടെയൊക്കെ ഇന്ന് ശാദ്വലതയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായി എത്തുന്നത് യേശുവിൻ്റെ സന്ദേശം മാത്രമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാത്രമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് അമരത്വം നൽകിയ, അല്ലെങ്കിൽ അതിനായകത്വം വഹിച്ചുകൊണ്ട് മുന്നേറിയ മഹാത്മാഗാന്ധിയെ സ്വാധീനിച്ച ദർശനം ഏതായിരുന്നു? അദ്ദേഹം പറയുന്നുണ്ട് അത് യേശുവിൻ്റേതാണെന്ന്. മഹാത്മാഗാന്ധിയുടെ തന്നെ സിദ്ധാന്തം ഉരുവിട്ടുകൊണ്ടാണല്ലോ ദക്ഷിണാഫ്രിക്കയിലെ മനുഷ്യരുടെ കറുത്ത വർഗ്ഗക്കാരുടെ മോചനത്തിനു വേണ്ടി പ്രവർത്തിച്ച മണ്ടേല, അദ്ദേഹത്തെയും സ്വാധീനിച്ചത് യേശുവിൻ്റെ സിദ്ധാന്തമായിരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചവരിൽ കത്തോലിക്ക പുരോഹിതർ, അല്ലെങ്കിൽ യേശുവിൻ്റെ പുരോഹിതന്മാരുണ്ടായിരുന്നു. ഡെസ്മണ്ട് ടുട്ടുവിനെ പോലുള്ള പുരോഹിതന്മാരുണ്ടായിരുന്നു. വടക്കേ അമേരിക്കയിലെ കറുത്തവരുടെ മോചനത്തിനു വേണ്ടി പ്രവർത്തിച്ചയാളായിരുന്നു മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ എന്ന് പറയുന്നയാൾ. അദ്ദേഹം രക്തസാക്ഷിയായി. അദ്ദേഹം ഒരു ബൈബിൾ സ്കൂളിലാണ് പഠിച്ചത്. കാരണം അദ്ദേഹം പട്ടിണിക്കാരനായിരുന്നു. പട്ടിണിക്കാരനായ അദ്ദേഹത്തെ വിദ്യാഭ്യാസം നൽകി മനുഷ്യനാക്കി, ആധുനിക പുരുഷനാക്കി മാറ്റിയത് ക്രിസ്തു സഭയാണ്. അപ്പോൾ ക്രിസ്തു സഭയുടെ സിദ്ധാന്തങ്ങൾ ക്രിസ്തുവിൽ നിന്നാണ് ക്രിസ്തു സഭയ്ക്ക് സിദ്ധാന്തങ്ങൾ കിട്ടിയത്. ആ ക്രിസ്തു മാനവ മോചനത്തിനു വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു സംഘടനയായി പ്രവർത്തിക്കുകയും ചെയ്തു. അത് മാർട്ടിൻ ലൂതർ കിങ് ആയിരുന്നാലും, നെൽസൺ മണ്ടേലയായിരുന്നാലും, ഇന്ത്യയിലെ മഹാത്മാഗാന്ധി ആയിരുന്നാലും ഒക്കെ തന്നെ യേശുവിൻ്റെ സിദ്ധാന്തങ്ങൾ വന്നവരാണ്. ഇനി വിശ്വസാഹിത്യം നമ്മൾ എടുത്തു നോക്കിയാലോ, അവിടെയും നമുക്ക് യേശുവിൻ്റെ സാന്നിധ്യം കാണാം. യേശുവിന് ശേഷം, അതൊക്കെ AD 1-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ലോക സാഹിത്യത്തിൽ എല്ലായിടത്തും ഇദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളെ കാവ്യവൽക്കരിച്ചുകൊണ്ട് കൃതികൾ എഴുതിയിട്ടുണ്ട്. യേശുവിൻ്റെ കുരിശുമരണം കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ യേശുവിൻ്റെ ശിഷ്യന്മാർ കേരളത്തിലെത്തി. യേശുവിൻ്റെ സിദ്ധാന്തം ഇവിടെ എത്തി. അതിനു മുമ്പ് നടന്നു വന്നിരുന്ന റോമാക്കാരും കേരളവും തമ്മിലുള്ള കച്ചവടത്തിൽ ആ കച്ചവടക്കാരുടെ കൂടെയാവാം സിദ്ധാന്തം ഇവിടെ എത്തിയത്. അത് സെൻറ്റ് തോമസ് ആയിരുന്നാലും അതിനുശേഷം വന്ന പലരുമായിരുന്നാലും കേരളത്തിലെത്തിച്ചു. മലയാള സാഹിത്യത്തിൽ ഏറ്റവും പുഷ്കലമായ ഒരു കാലം തുടങ്ങുന്നത് ക്രിസ്തുവിൻ്റെ സന്ദേശവും കൂടി വന്നതിന് ശേഷമാണ്. 1-ാം നൂറ്റാണ്ട് തൊട്ട് ഇങ്ങോട്ട് വരുന്നു. അത് 18-ാം നൂറ്റാണ്ടാവുമ്പോൾ ക്രിസ്തുമതത്തിൻ്റെ ദർശനങ്ങളെക്കുറിച്ചുള്ള മലയാള പുസ്തകങ്ങൾ വരുന്നു. 19-ാം നൂറ്റാണ്ടാവുമ്പോൾ മിഷണറിമാരിലൂടെ കേരളത്തിൻ്റെ ആധുനികവൽക്കരണത്തിലുള്ള വിദ്യാഭ്യാസ പദ്ധതി ആരംഭിക്കുന്നു. വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ അവർ
ക്രിസ്തു സന്ദേശം മാത്രമല്ല കൊടുത്തത്, മനുഷ്യ സ്നേഹത്തിൻ്റെ, അടിമത്തത്തിനെതിരായ, കേരളത്തിൽ അന്ന് നിലനിന്നിരുന്ന വിവേചനപരമായ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അടിമത്തമുണ്ടായിരുന്നു, അടിമ കച്ചവടമുണ്ടായിരുന്നു, ജാതി വിവേചനമുണ്ടായിരുന്നു, വസ്ത്രം ധരിക്കാൻ അവകാശമില്ലായിരുന്നു. അവർക്കൊക്കെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയത്, കുപ്പായം ധരിച്ചുകൊണ്ട് സ്ത്രീകൾ പൊതുനിരത്തിലൂടെ സഞ്ചരിക്കണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് ഒക്കെ യേശുവിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടതുകൊണ്ടായിരുന്നു. തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ ജന്മി അടിയാളനെ സ്നേഹിക്കണമെന്നാണ്. അടിയാളന് പട്ടിണി ഉണ്ടെങ്കിൽ അവൻ്റെ പട്ടിണി മാറ്റാൻ ജന്മി ആഹാരം കൊടുക്കണമെന്നാണ്. അളന്നളന്ന് കൂട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ആകാശത്തിലെ പറവകൾ പറന്ന് കിടക്കുന്നത് അളന്നളന്ന് കൂട്ടുന്നില്ല, അവർ വിതരണം ചെയ്യുകയാണ്. അന്നന്നേക്കുള്ള അപ്പം ശേഖരിക്കലാണ്. അപ്പോൾ അന്നന്നേക്കുള്ള അപ്പം ശേഖരിച്ച് പട്ടിണിക്കാരന് കൊടുക്കുമ്പോൾ പത്തായ പുരകളിൽ ഇങ്ങനെ ധാന്യം ശേഖരിച്ച് വയ്ക്കുന്നത് ശരിയല്ല, അത് വിതരണം ചെയ്യണം, പട്ടിണിക്കാർക്ക് കൊടുക്കണം എന്നൊരു സന്ദേശവും കൂടി കേരളത്തിലെ ക്രൈസ്തവ സഭകൾ ആദ്യകാലത്ത് പ്രചരിപ്പിച്ചിരുന്നു. അത് കേരളത്തിൻ്റെ പുരോഗതിക്ക് ഒരുപാട് സഹായകരമാവുകയും ചെയ്തിട്ടുണ്ട്. ലോകമെമ്പാടും കോളനിവൽക്കരണം നടന്നു. 18-ാം നൂറ്റാണ്ടിൽ അതിശക്തമായിട്ടും 19-ാം നൂറ്റാണ്ടിൽ തീവ്രമായിട്ടും നടന്നു. ആ കോളനികളിലെ മനുഷ്യരുടെ മോചനത്തിനു വേണ്ടി പ്രവർത്തിച്ചതും യേശുവിൻ്റെ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായിട്ടല്ലേ. ആരെയും ചൂഷണം ചെയ്യാൻ പാടില്ല എന്നും എല്ലാവർക്കും മാനവമായ മോചനം കിട്ടണമെന്നും ഒക്കെ പറയുമ്പോൾ അത് വരുന്നത് എന്താണ്? അത് പ്രധാനമായിട്ടും യേശു സിദ്ധാന്തം തന്നെയാണ്. പൂർണ്ണമായിട്ടും ക്രൈസ്തവവൽക്കരിച്ചൊരു ഭൂഖണ്ഡമായിരുന്നു യൂറോപ്പ്. ക്രിസ്തു സഭയാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ക്രിസ്തു സഭയിൽ പിന്നീട് വ്യത്യാസങ്ങൾ വരികയും പ്രൊട്ടസ്റ്റൻ്റ് സഭകളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ യൂറോപ്പിൽ രാജവാഴ്ചയ്ക്കും ജന്മിത്തത്തിനും എതിരായിട്ട് നടന്ന സമരങ്ങൾക്ക് മാർഗദർശകമായത് ക്രിസ്തു ദർശനമായിരുന്നു. 1789 ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ അവർ മുന്നോട്ട് വച്ച സിദ്ധാന്തങ്ങളാണ് ഇന്നും ലോകത്തെ പല രാജ്യങ്ങളിലെയും ഭരണഘടനകളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ആദ്യമായിട്ടൊരു മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്ന ഫ്രഞ്ച് വിപ്ലവമാണ്. മനുഷ്യാവകാശ പ്രഖ്യാപനം എവിടെ നിന്നാണ് വരുന്നത്? അത് യേശുവിൽ നിന്നാണ്, ക്രിസ്തുമതത്തിൽ നിന്നാണ്. തൃശ്ശൂരിലെ ബിഷപ്പായിരുന്ന പൗലോസ് മാർ പൗലോസ്, അദ്ദേഹത്തിൻ്റെ PhD തീസിസ് മാർസിസവും ക്രിസ്തു ദർശനവും തമ്മിലുള്ള സാമ്യത്തെക്കുറിച്ചാണ്. ആകാശത്തിലെ പറവകൾ കൊയ്യുന്നില്ല, വിതയ്ക്കുന്നില്ല എന്നും എല്ലാം തുല്യമായിട്ട് വിതരണം ചെയ്യണമെന്നുള്ള ഒരു സന്ദേശമാണ് മാർസത്തിലേക്ക് നയിച്ചതെന്നാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. കാരണം എല്ലാവർക്കും ഭക്ഷണം തുല്യമായിട്ട് വീതം വയ്ക്കണം, എല്ലാ അവകാശങ്ങളും തുല്യമായി വീതം വയ്ക്കണം, എല്ലാ സൗകര്യങ്ങളും തുല്യമായി വീതം വയ്ക്കണം എന്ന യേശുവിൻ്റെ സങ്കല്പമാണ് മാർസിസമായി വികസിച്ചത് എന്ന് ബിഷപ്പ് പൗലോസ് മാർ പൗലോസ് അദ്ദേഹത്തിൻ്റെ തീസിൽ പറയുന്നു. അത് ലോകം മുഴുവൻ അദ്ദേഹം പ്രസംഗിച്ച് നടക്കുകയും ചെയ്തു. ഇതിൻ്റെ മരണം വരെ അദ്ദേഹം അതാണ് പറഞ്ഞത്. അപ്പോൾ മാർസിസം എന്ന് പറയുന്ന ലോക സിദ്ധാന്തം മാനവരാശിയുടെ മോചനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സിദ്ധാന്തം എന്ന നിലയ്ക്കാണ് ബിഷപ്പ് പൗലോസ് മാർ പൗലോസ് മാർസിസത്തെയും യേശുവിൻ്റെ ദർശനത്തെയും കൂട്ടി ചേർക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ ശരിയാണെന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം ഇടയ്ക്ക് ബലപ്രയോഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്നു എങ്കിലും സഭ ചെയ്ത അല്ലെങ്കിൽ യേശു മുന്നോട്ട് വെച്ച സിദ്ധാന്തങ്ങൾ മനുഷ്യസ്നേഹപരമാണ്, മാനവികമാണ്. ആ മാനവികമായ സന്ദേശം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് വന്ന മനുഷ്യാവകാശ പ്രഖ്യാപനം, അതിൻ്റെ പിന്നാലെ വന്നിട്ടുള്ള പല പ്രഖ്യാപനങ്ങളും. 1945 ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിച്ചപ്പോൾ അതിൽ പറഞ്ഞ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, എല്ലാ അവകാശങ്ങളും വരുന്നത് അതിലാണ്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ഈ അവകാശങ്ങൾ എഴുതി ചേർക്കുന്നത്, മൗലികാവകാശം എഴുതി ചേർക്കുന്നതൊക്കെ മനുഷ്യനെ കേന്ദ്ര സ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ്. അത് അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്പം കൊണ്ട് മാത്രം മനുഷ്യൻ തൃപ്തിപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ അവന് മാനസികമായ മറ്റൊരുപാട് ഉല്ലാസം ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യനൊരാശ്രയം വേണമെന്നുള്ളത്. വിഹുലമായി പോയ മനസ്സ്, ഭയന്നുപോയ മനസ്സ്, നിരാശ വന്നു പോകുന്ന മനസ്സ്, അവരെ എങ്ങനെ തൃപ്തിപ്പെടുത്താൻ പറ്റും? അപ്പോൾ ഭയത്തിൽ നിന്നുള്ള മോചനം, നിർഭയത്വം നൽകുന്നതാണ് ഈ യേശുവിൻ്റെ സന്ദേശം. നിരാശിതർക്ക് ആശ്രയം ആശ നൽകുന്നതാണ്, ആശ്രയമില്ലാത്തവർക്ക് ആശ്രയം നൽകുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ മനുഷ്യ മനസ്സിനെ ഉത്തേജിപ്പിക്കാൻ, കർമ്മനിരതമാക്കാൻ, മുന്നോട്ടുള്ള പോക്കിന് സഹായിക്കാൻ യേശു എക്കാലത്തും അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം വന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രബോധനങ്ങൾ വന്ന ആ കാലം മുതൽ തന്നെ യേശുവിൻ്റെ സിദ്ധാന്തം മനുഷ്യ സമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. നിഷ്ഠൂരമായിട്ട് അതിനെ അടിച്ചമർത്തിയ ആദ്യകാലം യേശുവിനെ തന്നെ വധിച്ചു, കാരണം കുരിശിൽ ഏറ്റി. പക്ഷേ ഏതാനും നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്കും ക്രിസ്തുമതത്തെ ഔദ്യോഗികമായി റോമ സാമ്രാജ്യം അംഗീകരിക്കേണ്ടതായി വന്നു.
പിന്നീട് അതിന് ഒരുപാട് അവകാശങ്ങൾ എഴുതി ചേർത്തു. കാരണം ഭരണകൂടത്തിൻ്റെ സിദ്ധാന്തമായിട്ട് ഒരു മാർഗദർശകമായിട്ട് ക്രിസ്തു ദർശനം മാറുന്നൊരവസ്ഥ വന്നു. അങ്ങനെയാണ് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ക്രിസ്തു മതത്തിലേക്ക് പോയത്. യൂറോപ്യന്മാർ കുടിയേറിപ്പോയ പല രാജ്യങ്ങളിലും ക്രിസ്തു മതം അംഗീകരിക്കപ്പെട്ടു. പാലസ്തീന് തൊട്ട് കിടക്കുന്ന പ്രദേശങ്ങളും പാലസ്തീനുമായിട്ട് കച്ചവട ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന രാജ്യങ്ങളിലേക്കും ക്രിസ്തുമതമെത്തി. അങ്ങനെയാണ് ആഫ്രിക്കയിലെ വടക്കൻ രാജ്യങ്ങളിൽ, പടിഞ്ഞാറൻ ആഫ്രിക്കയുടെ കിഴക്കേ തീരത്തുള്ള രാജ്യങ്ങളിൽ, ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ക്രിസ്തുമതം എത്തുന്നത് കച്ചവടക്കാരിലൂടെയാണ്. അപ്പോൾ ലോകത്താകമാനം വിന്യസിച്ച ഏറ്റവും വലിയ മതം ഏതെന്ന് ചോദിച്ചാൽ ഇന്നും അത് ക്രിസ്തുമതം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ന് ഇന്ത്യയാണെങ്കിലും തൊട്ട് മുമ്പ് വരെ ചൈനയായിരുന്നു. ചൈനയുടെ ദർശനം ബുദ്ധദർശനമാണ്. ബുദ്ധദർശനം ഉദയം കൊള്ളുന്നത് യേശുവിന് മുമ്പ് തന്നെയാണ്. പക്ഷേ ചൈനയിലും ക്രിസ്തുമതക്കാരുണ്ട്. തെക്കൻ പ്രവിശ്യകളിൽ, തെക്കൻ പട്ടണങ്ങളിൽ, നാൻകിന്നിങ്ങിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ക്രിസ്തുമത വിശ്വാസികളുണ്ട്. അവിടെ ക്രിസ്തുമതത്തിന് യാതൊരു ദോഷവും വരാതെ വണ്ണം സൂക്ഷിക്കുന്നുണ്ട്. ജപ്പാനിലുണ്ട്, ഇന്തോനേഷ്യയിലുണ്ട്, ഫിലിപ്പൈൻസിലുണ്ട്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ ഓസ്ട്രേലിയയിലുണ്ട്. ഇവിടെയൊക്കെ തന്നെ യേശുവിൻ്റെ സന്ദേശം എത്തുന്നതിന് കാരണം അത് മനുഷ്യപക്ഷത്ത് നിൽക്കുന്നു എന്നാണ്, മാനവപക്ഷത്ത് നിൽക്കുന്നു എന്നതുകൊണ്ടാണ്. അപ്പോൾ മാനവപക്ഷത്ത് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ്, ദൗത്യമാണ് യേശുവിൻ്റെ സിദ്ധാന്തത്തിനുള്ളത്. അത് അമരത്വം ഭാവിച്ചു. യേശു മരിച്ചുവെങ്കിലും അമരത്വം ഭാവിച്ചു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആത്മീയതയാണ്. ആത്മാവിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. നമുക്ക് ആത്മാവിനെ കാണാൻ പറ്റില്ല. മനുഷ്യ ശരീരത്തിലെ എല്ലാ പ്രതിഭാസങ്ങളും സമന്വയിച്ചുകൊണ്ട് ഒരുപോലെ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്നൊരു പ്രതിഭാസമാണ് ആത്മീയത. ആത്മാവ് എന്ന് പറയുന്നത്, മനസ്സ് എന്ന് പറയുന്നത്. നമുക്ക് ശരീരശാസ്ത്രം പരിശോധിച്ചാൽ മനസ്സിനെ കാണാൻ പറ്റില്ല, ആത്മാവിനെ കാണാൻ പറ്റില്ല. അങ്ങനെ ഒന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാ അനുഭവമുണ്ട്. മനസ്സ് എന്നൊരു പ്രതിഭാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തീരുമാനമെടുക്കുന്നത്. ആ പ്രതിഭാസമില്ലെങ്കിൽ നമുക്കൊന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല ചിന്തിക്കുന്നത്. കാരണം ഒരുപോലെയുള്ള ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിലും, ഒരേ വീട്ടിലോ ഒരുപോലുള്ള സൗകര്യത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ഒരുപോലെയല്ല മനുഷ്യൻ ചിന്തിക്കുന്നത്. അത് അവൻ്റെ ചിന്താപദ്ധതിയിൽ വ്യത്യാസം വരുന്നത് തലച്ചോറിൻ്റെയും കൂടെ പ്രവർത്തനം കൊണ്ടാണ്. അങ്ങനെയുള്ള മനുഷ്യർക്കൊരാശ്വാസമാണ് ഈ ആത്മീയത എന്ന് പറയുന്ന കാര്യം. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ഭയക്കുന്നവന് നിർഭയത്വം നൽകും, ആശ്രയമില്ലാത്തവന് ആശ്രയം നൽകും, ആശയറ്റവന് ആശ നൽകും. അങ്ങനെയൊക്കെ ചെയ്യുന്നു. അത് പിന്നെ സംഘടിത മതമായിട്ട് പ്രവർത്തിച്ചപ്പോൾ അത് വേറെ രൂപത്തിലേക്ക് മാറുകയും ചെയ്തു. എന്തായാലും അല്ലെങ്കിൽ വിശ്വമഹാജനതയെ സ്വാധീനിച്ച ഒറ്റ മതം ഏതാണെന്ന് ചോദിച്ചാൽ അത് യേശുവിൻ്റേതാണ്. എല്ലാ ഭൂഖണ്ഡങ്ങളിലും എത്തിയത്. ഇന്ത്യയിലിപ്പോൾ ഹിന്ദുമതമുണ്ട്, ബുദ്ധമതമുണ്ട്. ബുദ്ധമതം തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ മാത്രമേ വ്യാപിച്ചുള്ളൂ. ഹിന്ദുമതം ഇന്ത്യക്കകത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നു. ഇസ്ലാം മതം മധ്യ ഏഷ്യയിലും കുറേ പ്രദേശങ്ങളിലും മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നു. പക്ഷേ ക്രിസ്തുമതമോ എല്ലാ ഭൂഖണ്ഡങ്ങളിലും എത്തുന്നു. അങ്ങനെ എത്താൻ കാരണം അത് മാനവികമായതുകൊണ്ടാണ്, മനുഷ്യസ്നേഹപരമായതുകൊണ്ടാണ്, മാനവ വിമോചനത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ്, അടിമത്തത്തിനെതിരായതുകൊണ്ടാണ്, വിവേചനത്തിനെതിരായതുകൊണ്ടാണ്, സമത്വത്തിനു വേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ്. അതൊക്കെ അത് എല്ലാവിധ സമത്വത്തിനും വേണ്ടി നിൽക്കുന്ന ദർശനം ഏത് ദർശനമെന്ന് ചോദിച്ചാൽ അത് ക്രിസ്തു ദർശനമാണ്. ആ ക്രിസ്തു ദർശനം പിന്നീട് വന്ന എല്ലാ ദർശനങ്ങളെയും സ്വാധീനിച്ചു. സൈദ്ധാന്തികമായി നോക്കിയാൽ അത് ഹെഗലിൻ്റെയിൽ കാണാം, കാൻറ്റിൻ്റെയിൽ കാണാം, മാർസിൻ്റെതിൽ കാണാം, പോസ്റ്റ് മാർക്സിയൻ പണ്ഡിതന്മാരിലത് കാണാം. അപ്പോൾ അടിസ്ഥാന തത്വം എന്ന നിലയ്ക്ക് ഇപ്പോഴും വർത്തിക്കുന്നത് യേശുവാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആ സിദ്ധാന്തത്തിന് പ്രയോഗതലത്തിൽ പല ഭേദങ്ങളും വന്നേക്കാമെങ്കിലും മാനവമോചനത്തിനും മാനവ രാശിയുടെ നന്മയ്ക്കും വേണ്ടി യേശുവിൻ്റെ സിദ്ധാന്തം സഹായകരമായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതാണ്ട് 2000-ലധികം വർഷമായിട്ടുണ്ട് യേശു സിദ്ധാന്തം ലോകത്ത് പ്രചരിക്കപ്പെട്ടിട്ട്. 2.25 നൂറ്റാണ്ടെന്ന് പറയാം. ആദ്യകാലത്ത് ഏറ്റവും വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടാണ് ആ സഭ മുന്നോട്ട് പോയത്. യേശു തന്നെ ക്രൂശിക്കപ്പെട്ടു. ശിഷ്യന്മാരിൽ 12 പേരും പലതരത്തിലുള്ള പീഡനങ്ങൾക്ക് ഇരയാവേണ്ടി വന്നു. സെയിൻറ്റ് പീറ്ററും സെയിൻറ്റ് പോളും ഒക്കെ റോമാ ചക്രവർത്തിമാരെ നിഷ്ഠൂരമായിട്ട് ഉപദ്രവിച്ചു. പക്ഷേ ലോകത്ത് മുഴുവൻ ആ സിദ്ധാന്തം എത്തി. അതിന് കാരണം അത് മാനവരാശിയുടെ മോചനത്തിനു വേണ്ടി നിന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് യേശുവിൻ്റെ സിദ്ധാന്തം ലോകത്തെങ്ങും എത്തിയത്. ഒരുപാട് ഹിംസാത്മകമായ പ്രവർത്തനങ്ങൾ അതിന് നേരെ നടന്നിട്ടുണ്ട്. പാപികളെയൊക്കെ അദ്ദേഹം ക്ഷണിച്ചു, അല്ലെങ്കിൽ ക്രിസ്തു സഭയിലേക്ക് ക്ഷണിച്ചു. പാപത്തെ വെറുക്കാനും പാപിയെ രക്ഷിക്കാനുമാണ് പറഞ്ഞത്. കാരണം പാപവും പാപിയും എന്നുള്ള ഒരു പാപം എന്ന സത്വത്തെ പാപിയിൽ നിന്നും മോചിപ്പിച്ചെടുക്കുമ്പോഴാണ് ആ പാപി മനുഷ്യനാകുന്നത്. അപ്പോൾ പാപത്തെ വെറുക്കണം, പാപത്തെ എതിർക്കണം. അത്
ചെയ്യാനാണ് യേശു പറഞ്ഞത്, പാപിയെ വെറുക്കാനല്ല. അതുകൊണ്ട് മനുഷ്യരെ വെറുക്കാൻ പറ്റില്ല, അവർ ചെയ്യുന്ന ദുഷ്കൃത്യങ്ങളെ നമ്മൾ മോചിപ്പിക്കണം. മനുഷ്യ സമൂഹത്തെ ദുഷ്ടകൃത്യങ്ങളിൽ നിന്നും മോചിപ്പിച്ചെടുക്കാനുള്ള ഒരു സ്നേഹമയപരമായ ഒരു സിദ്ധാന്തമാണ് യേശു മുന്നോട്ട് വെച്ചത്. അതുകൊണ്ടാണ് അത് സർവ്വകാലികമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്. മറ്റ് സിദ്ധാന്തങ്ങൾ ആയുധമെടുത്ത് പോരാടാൻ പോകുമ്പോൾ ഇത് യേശു അങ്ങനെ ചെയ്യുന്നില്ല, യേശുവിൻ്റെ സിദ്ധാന്തം അങ്ങനെ പോകുന്നില്ല. യേശുവിൻ്റെ സിദ്ധാന്തം സ്വീകരിച്ച രാഷ്ട്രങ്ങൾ മറ്റ് സമൂഹങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അത് മതത്തിൻ്റെ പേരിലല്ല, അത് സാമ്പത്തികമായ ആവശ്യങ്ങളുടെ പേരിലാണ്. മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് യേശു സന്ദേശം നൽകിയിട്ടില്ല, യേശു സിദ്ധാന്തം അതിന് ആഹ്വാനം ചെയ്തിട്ടുമില്ല. അല്ലാതെയുള്ള മാർഗത്തിലൂടെ മാനവമോചനം, വിവേചനരഹിതമായ സമത്വസുന്ദരമായ ഒരു മാനവമോചനമാണ്, അല്ലെങ്കിൽ മാനവ സമൂഹമാണ് യേശു മുന്നോട്ട് വെച്ചത്. പാപത്തെ വെറുക്കാൻ, ദുഷ്കൃത്യങ്ങളെ വെറുക്കാൻ, ആക്രമണത്തെ വെറുക്കാൻ, അതൊഴിവാക്കാൻ, അതാണ് യേശു ആഹ്വാനം ചെയ്യുന്നത്. ഭരണകൂടങ്ങൾ നിലവിൽ വന്നതിന് ശേഷമാണ് ശിക്ഷ എന്നൊരു സിദ്ധാന്തം രംഗത്ത് വരുന്നത്. അതിന് സിദ്ധാന്തപരമായൊരു പിൻബലവുമുണ്ട്. എന്തിനാണ് നമ്മളൊരാളെ ശിക്ഷിക്കുന്നത്? നിയമശാസ്ത്രത്തിൽ പറയുന്നത് മറ്റുള്ളവർ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കുന്നു. അതാണ് ദ ഫിലോസഫി ഓഫ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിറ്ററൻറ്റ് ഇഫക്റ്റ് എന്ന് പറയും. ഒന്ന് കണ്ട് മറ്റൊരാളിൽ ഭയമോ ആദരവോ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് അവരാ തെറ്റ് ആവർത്തിക്കില്ല. ആദ്യമായിട്ട് സംഘടിതമായ ഈ ശിക്ഷാവിധി നടപ്പിലാക്കിയിരുന്ന പഴയ ഗ്രീക്ക് സമൂഹമാണ്. ആ ഗ്രീക്ക് സമൂഹത്തിൽ നിന്നുള്ള ആവേശം ഉൾക്കൊണ്ട്, അല്ലെങ്കിൽ സിദ്ധാന്തം ഉൾക്കൊണ്ടിട്ടാണ് റോമാ സാമ്രാജ്യം വരുന്നത്. റോമാ സാമ്രാജ്യമാണ് പല തരത്തിലുള്ള ശിക്ഷകൾ നടപ്പിലാക്കാൻ തുടങ്ങിയത്. അതിലൊന്നാണ് ക്രൂസിഫിക്ഷൻ എന്ന് പറയുന്ന ഒരു കുരിശുണ്ടാക്കി അതിൽ ശിക്ഷിക്കുന്നവനെ ആണി തറച്ച് വിടുന്നു. ആ ആണി തറച്ച് വിടുക മാത്രമല്ല, അതിൽ വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. കാലിൻ്റെ അടിവറ്റം, പാദത്തിൻ്റെ അടിഭാഗം കീറി വിടുമ്പോൾ രക്തവും അതെല്ലാം ഒലിച്ചു പോയി ഇത് ശുഷ്കിച്ച് നിൽക്കും. ഇത് അങ്ങനെ കിടന്ന് 1-2 ദിവസം കഴിയുമ്പോൾ ഇയാൾ മരിക്കും. മരിച്ചതിന് ശേഷം ഈ ശവം കഴുകന്മാരോ മറ്റ് പക്ഷികളോ കൊത്തിപ്പുറക്കി തിന്നും. അതായിരുന്നു ഒരു ശിക്ഷ, ക്രൂസിഫിക്ഷൻ. അതുകൊണ്ടാണ് റോമാ സാമ്രാജ്യത്തിൻ്റെ ശിക്ഷാ നിയമം അനുസരിച്ച് യേശുവിനെയും കുരിശിൽ തറച്ചത്. അപ്പോൾ കുരിശ് ആദ്യകാലത്ത് ശപിക്കപ്പെട്ട ഒന്നായിരുന്നു. കാരണം അതിലാണ് ഒരാൾ അല്ലെങ്കിൽ ഒരു വധത്തിന് വിധേയനായത്. ഒരു രക്ഷാപുരുഷൻ, മനുഷ്യൻ്റെ സമൂഹത്തിൻ്റെ രക്ഷകനെന്ന് വിചാരിച്ചിരുന്നയാളിനെ വളരെ മൃഗീയമായി, ക്രൂരമായി കൊന്നതുകൊണ്ട് കുരിശ് ആദ്യകാലത്ത് ഒരു നിന്ദിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു ശപിക്കപ്പെട്ട ഉപകരണമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ അത് ഏറ്റവും വലിയ ഒരു ത്യാഗത്തിൻ്റെ പ്രതീകമായി പിന്നീട് അവതരിപ്പിക്കപ്പെട്ടു. അതുകൊണ്ടാണ് കുരിശേറ്റുക എന്ന് പറഞ്ഞാൽ ഒരു ത്യാഗത്തിൻ്റെ പ്രതീകമായി വരുന്നത്. മറ്റ് സമൂഹങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിൽ വധയ്ക്ക് വിധേയമാകുന്ന ഉപകരണത്തെ ആരാധിക്കുന്ന സമ്പ്രദായമില്ല. ഒരാളെ കുത്തിക്കൊന്നാൽ ആ കത്തിയെ ആരാധിക്കാറില്ല, തൂക്കിക്കൊന്നാൽ കയറിനെ ആരാധിക്കാറില്ല. പക്ഷേ എന്തുകൊണ്ട് കുരിശ് ഒരു ആരാധനാപാത്രമാകുന്നു? അത് ഏറ്റവും വലിയ ത്യാഗത്തിൻ്റേതാണ്. കാരണം ഏതാനും ദിവസങ്ങളോളം നീണ്ടേക്കാം ഒരാളെ അവിടെ ക്രൂശിച്ചാൽ. റോമാ സാമ്രാജ്യം വ്യാപകമായി നടപ്പിലാക്കിയിരുന്ന ശിക്ഷാവിധിയായിരുന്നു ഈ കുരിശ് മരണം എന്ന് പറയുന്നത്, കുരിശിൽ തറച്ചു കൊല്ലുക എന്ന് പറയുന്നത്. മറ്റത് കില്ലിംഗ് ആൻഡ് സ്കാഫോൾഡ് എന്ന് പറയും. ഒരു ബലിപീഠത്തിൽ തലവച്ചിട്ട് അവിടെ വെട്ടിക്കൊല്ലുക. അത് മറ്റ് പല രാജ്യങ്ങളിലും ചെയ്തിട്ടുള്ളതാണ്. തൂക്കിക്കൊല മറ്റൊരു രൂപത്തിലുള്ളതാണ്. കത്തോലിക്ക സഭയുടെ പ്രാഭവകാലത്ത് തന്നെ റോമിൽ, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പല ഭരണാധികാരികളും മറ്റു തരത്തിലുള്ള ശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രധാനത്തിന് ബേണിംഗ് അറ്റ് ദ സ്റ്റേക്ക് എന്ന് പറയും. ഒരു തൂണ് പിടിച്ച്, ഒരു ഇരുമ്പ് തൂണ് നാട്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കുന്തം തടിച്ച് നിർത്തി അതിലാളെ പിടിച്ച് കെട്ടി കരിയിലെയും മറ്റെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് തീ കത്തിക്കുക, കത്തിച്ചു കൊല്ലുക, ജീവനോടെ കത്തിക്കുക. അത് ബേണിംഗ് അറ്റ് ദ സ്റ്റേക്ക് എന്ന് പറയും. മറ്റത് കില്ലിംഗ് അറ്റ് ദ സ്കാഫോൾഡ് എന്ന് പറയും. ഫ്രഞ്ച് വിപ്ലവകാലത്ത് മറ്റൊരു ഗില്ലറ്റിൻ എന്ന ഏർപ്പാടുണ്ടാക്കി. എത്രയും പെട്ടെന്ന് ആൾക്കാരെ കൊല്ലുന്നതിന് വേണ്ടി ഗില്ലറ്റിൻ, അതായത് ഒരു തലയിൽ ഒരു കുഴിയിലേക്ക് കഴിച്ചെടുക്കുക, ഒരു കത്തി വന്നതിൽ വീഴുക, തല ഛേദിച്ചു പോകുക, അത്തരത്തിലുള്ള വരുന്നു. ഇതൊന്നും തന്നെ മനുഷ്യ സമൂഹം പിന്നീട് ഏറ്റെടുത്തിട്ടില്ല. കുരിശിനെ മാത്രം മനുഷ്യ സമൂഹം ഏറ്റെടുത്തു. എന്തുകൊണ്ട്? AD 4-ാം നൂറ്റാണ്ടിന് ശേഷമാണ് കുരിശ് ഇങ്ങനെ ഒരു പവിത്രമായ, പൂജനീയമായ ഒരു വസ്തുവായി മാറുന്നത്. കാരണം അതിലൊരു തീവ്രമായ ത്യാഗത്തിൻ്റെ അടയാളം കിടപ്പുണ്ട്. മനുഷ്യമോചനത്തിനു വേണ്ടി പ്രവർത്തിച്ച, നല്ലതു മാത്രം ചെയ്തിട്ടുള്ള, ആരോടും കോപിച്ചിട്ടില്ലാത്ത, ഏത് പാപിയോടും പൊറുക്കണമെന്ന് പറഞ്ഞ,
പശ്ചാത്താപം പ്രായച്ചിത്തം എന്ന് പറഞ്ഞ ആ മനുഷ്യൻ്റെ, ഒരു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്ന ആ മനുഷ്യൻ്റെ ത്യാഗത്തിൻ്റെ പ്രതീകമാണ് കുരിശ് എന്നുള്ളത് കൊണ്ടാണ് കുരിശ് ഒരു ആരാധനാ വസ്തുവാകുന്നതും ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ അതിനെ ആരാധനാ വസ്തുവായി സൂക്ഷിക്കുന്നത്. റോമൻ ഭരണകൂടമാണ് യേശു വിധ്വംസകനാണ് എന്നും അപകടകാരിയാണ് എന്നും മനസ്സിലാക്കിയത്. അതിന് പറഞ്ഞ ന്യായം യേശു രാജാവാണ് എന്ന് അവകാശപ്പെട്ടു എന്നാണ്. രാജാക്കന്മാരുടെ രാജാവാണ് എന്ന് അവകാശപ്പെട്ടു എന്നാണ്. ക്രൈസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ലാറ്റിൻ ഭാഷയിൽ കിങ് എന്നാണ്. വാസ്തവത്തിൽ ജീസസ് എന്നാണ് പേര്. അദ്ദേഹം പിന്നെ ക്രൈസ്റ്റ്, അങ്ങനെ അതിൽ നിന്നാണ് ക്രിസ്തുമതം, ക്രിസ്ത്യാനിറ്റി ഒക്കെ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ റോമൻ ചക്രവർത്തിയുടെ മുകളിലൊരു ചക്രവർത്തിയോ എന്ന ചോദ്യമാണ് അന്ന് ഉയർത്തിയത്. കാരണം അന്നത്തെ യഹൂദ സമുദായത്തിലെ പാരീഷന്മാർ, അന്നത്തെ ഏഷണിക്കാർ അവിടുത്തെ ഗവർണറായിരുന്ന പീലാത്തോസിനെ, പോണ്ടിയസ് പിലേറ്റ് എന്ന് പറയുന്ന പീലാത്തോസിനെ ആ വിവരം അറിയിക്കുകയും അദ്ദേഹം അവിടുത്തെ ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് റോമൻ ചക്രവർത്തിയെ വിവരം അറിയിക്കുകയും രാഷ്ട്രീയ അധികാരത്തിന് മേളിൽ മറ്റൊരധികാരവും പോകാൻ പാടില്ല, അതിനാരാഹ്വാനം ചെയ്താലും അയാളെ കൊല്ലുക തന്നെ വേണം എന്ന നിഗമനത്തിലേക്ക് എത്തുകയും പീലാത്തോസ് ഇദ്ദേഹത്തെ വധിക്കുന്നതിനുള്ള, കുരിശുമരണത്തിന് വധിക്കുന്നതിനുള്ള ഉത്തരവിറക്കുകയും ചെയ്തു. പക്ഷേ പീലാത്തോസിന് അറിയാമായിരുന്നു യേശു നിരപരാധിയാണ് എന്ന്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൈ കഴുകി, എനിക്ക് ഈ പാപത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കൈ കഴുകാൻ കാരണം അതാണ്. പക്ഷേ ഭരണകൂടത്തിൻ്റെ ഒരു ഭീകരതയുണ്ട്. ഏത് ഭരണകൂടത്തിനും ജനക്ഷേമകരമായിട്ടല്ല പോകുന്നതെങ്കിൽ ഭീകരതയായിട്ടേ ജനത്തിന് അനുഭവപ്പെടുകയുള്ളൂ. അത് പട്ടാളമാവാം, കോടതിയാവാം, ഉദ്യോഗസ്ഥന്മാരാവാം. അങ്ങനെ ഭരണകൂട ഭീകരത ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ക്രിസ്തു മതത്തിൻ്റെ യേശുവും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്തെ സഹപ്രവർത്തകരുമൊക്കെ ആയിരുന്നു, പിന്നെ അതിന് അനുയായികളുമൊക്കെ ആയിരുന്നു. ക്രിസ്തുമതം ആദ്യത്തെ 3-4 നൂറ്റാണ്ട് കാലം വളരെയധികം പീഡനങ്ങൾക്ക് വിധേയമായി. അതുകൊണ്ടാണല്ലോ പറയുന്നത്, റോമാ സാമ്രാജ്യം തകരുമ്പോൾ മറ്റേദ്ദേഹം വീണ വായിക്കുന്ന നീറോയെക്കുറിച്ചൊക്കെ പറയുന്നത് അങ്ങനെയാണ്. വളരെ മൃഗീയമായിട്ടാണ് യേശുവിൻ്റെ ശിഷ്യന്മാരോടും യേശുവിൻ്റെ പിൻഗാമികളോടും അല്ലെങ്കിൽ അനുയായികളോടും പിൽക്കാലത്ത് സഭ പ്രവർത്തിച്ചത്. പക്ഷേ അത് അടിച്ചമർത്താനാവാത്ത ഒരു സിദ്ധാന്തമായി ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് പ്രസരിച്ചു. വെള്ളത്തിൽ എണ്ണ പടരുന്നത് പോലെ റോമൻ സാമ്രാജ്യത്തിൻ്റെ തെക്കൻ പ്രദേശങ്ങളിൽ, പാലസ്റ്റീൻ മാത്രമല്ല ഇറ്റലിയിലാണല്ലോ റോമാ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനമായി നിൽക്കുന്നത്. റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രവിശ്യകളിലേക്ക്, ഇപ്പുറത്ത് കിടക്കുന്ന സ്പെയിൻ, വടക്ക് പോർട്ടുഗൽ, അതിന് വടക്ക് ഗോൾ എന്ന് പറയുന്ന ഫ്രാൻസ്, കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ വടക്ക് സിറിയ, അതിനപ്പുറത്ത് വരുന്ന ഗ്രീസ് മുതലായ പ്രദേശങ്ങളിലൊക്കെ ജനങ്ങൾ അല്പാൽപമായി യേശു ഒരു വിമോചകനാണ് എന്നും അദ്ദേഹം മനുഷ്യൻ്റെ രക്ഷകനാണ് എന്നും ആ രക്ഷകനെ ഈ ഭരണകൂടം തകർത്ത് കളഞ്ഞു എന്നും ഒരവസ്ഥ വന്നു. അങ്ങനെയാണ് റോമാ സാമ്രാജ്യത്തിൻ്റെ തകർച്ച വരെ, അല്ലെങ്കിൽ തകർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നത് വരെ ക്രിസ്തു മതത്തിന് റോമൻ സാമ്രാജ്യത്തിൽ യാതൊരു അംഗീകാരം, അത് മതമായിട്ട് അംഗീകരിച്ചിരുന്നുമില്ല. മതമല്ല, ഒരു വിശ്വാസം. കുറേ ആൾക്കാരങ്ങനെ പാടി പറഞ്ഞ് നടക്കുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. നിഷ്ഠൂരമായ പീഡനങ്ങളാണ് ക്രിസ്തു സഭയ്ക്ക് ഏൽക്കേണ്ടി വന്നത്. പിന്നീടാണ് AD 4-ാം നൂറ്റാണ്ടിലോ 5-ാം നൂറ്റാണ്ടിലോ ആണ് അതിന് അംഗീകാരം കിട്ടുന്നത്. ട്രാജൻ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി ക്രിസ്തുമതത്തെ തൻ്റെ ആസ്ഥാന മതമായി കാണുകയും, സ്റ്റേറ്റ് റിലിജിയൻ, രാഷ്ട്രത്തിനൊരു മതമുണ്ടെങ്കിൽ അത് ക്രിസ്തുമതമാണെന്ന് പറയുകയും പിന്നീട് വന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയെ പോലുള്ളവരൊക്കെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ആദ്യത്തെ 4-5 നൂറ്റാണ്ടുകൾ പീഡന അനുഭവം മാത്രമേ യേശുവിൻ്റെ ശിഷ്യന്മാർക്കുണ്ടായിരുന്നുള്ളൂ. അവർ പോയ പ്രദേശങ്ങളിലൊക്കെ അത് വേണ്ടി വന്നു. പക്ഷേ പിന്നീട് മറ്റ് പല സമൂഹങ്ങളും ഇവരുടെ സിദ്ധാന്തം ശരിയാണെന്ന് തോന്നിയതുകൊണ്ട് ആ പാതയിലേക്ക് തിരിഞ്ഞു. എന്തുകൊണ്ടാണ് മറ്റ് ലോകരാജ്യങ്ങളിൽ ക്രിസ്തുമതത്തിന് പിന്തുണക്കാരെ കിട്ടിയത്? അവിടെ ചെന്ന പുരോഹിതന്മാർ അവരോട് മനുഷ്യത്വപരമായി പെരുമാറുകയും ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയും അനീതികളെയും ചൂണ്ടിക്കാട്ടി നിങ്ങൾക്കിവിടെ വന്നാൽ എല്ലാ അഭയവും കിട്ടും, നിങ്ങൾക്കിവിടെ വന്നാൽ എല്ലാ രക്ഷയും കിട്ടും എന്ന് അവരെ വിശ്വസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വിശ്വസിപ്പിച്ചതുകൊണ്ടാണ് കേരളത്തിൽ ജാതി വിവേചനത്തിനെതിരായൊരു മനോഭാവം വന്ന് ഏറ്റവും താഴ്ന്ന ജാതികളിൽപ്പെട്ടവർ ക്രിസ്തുമതത്തിലേക്ക് ചേർന്നത്. ആദ്യം 18-ാം നൂറ്റാണ്ട് തൊട്ട് ക്രിസ്തുമതത്തിലേക്ക് ചേർന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണ്. ആദ്യകാലത്ത് വളരെ കുറച്ച് വിശ്വാസികളെ കേരളത്തിലുണ്ടായിരുന്നുള്ളൂ. പിന്നീട് വൻതോതിലുള്ള തൂക്കം വരുന്നത് എന്തുകൊണ്ടാണ്? ഒഴുക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? വിവേചനത്തിനെതിരായ മനോഭാവത്തെ, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന സിദ്ധാന്തമാണെന്ന് പാവപ്പെട്ടവരെ വിശ്വസിപ്പിക്കാനും ബോധ്യപ്പെടുത്താനും സഭയ്ക്ക് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് സഭ വളർന്നു വരുന്നത്. അപ്പോൾ അത് ആദ്യകാലത്ത് ഏറ്റുപറഞ്ഞ പീഡനങ്ങളെല്ലാം തന്നെ പിന്നീട് നല്ലൊരു നാളേക്ക് വേണ്ടിയുള്ള മാറ്റമായി. ഇനി മറ്റൊരു കാര്യം നോക്കിയാൽ, യേശുവിൻ്റെ സിദ്ധാന്തവുമായി ഭൂഖണ്ഡങ്ങൾ സഞ്ചരിച്ചു പോയ പുരോഹിതന്മാർ അവർ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടില്ലേ? പല രാജ്യങ്ങളിലും അവർക്ക് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇപ്പോൾ ക്രിസ്തു അല്ലെങ്കിൽ കുഷ്ഠരോഗികളെ ചികിത്സിച്ച ഒരാളിനെ കുറിച്ച് നമ്മൾ പറയുമല്ലോ.
അദ്ദേഹത്തിൻ്റെ സേവനമെന്താ? അദ്ദേഹം ക്രിസ്തു പുരോഹിതനായിട്ടാണ് പോയത്. അപ്പോൾ കുഷ്ഠരോഗികളുടെ കൂടെ കഴിഞ്ഞ് അദ്ദേഹം പിന്നെ കുഷ്ഠരോഗം പഠിച്ച് മരിക്കുകയാണ് ചെയ്തത്. ലോകരാഷ്ട്രങ്ങളിൽ പലയിടത്തും പോയ ക്രൈസ്തവ പുരോഹിതന്മാരെ അവർ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ഭരണകൂടത്തിനെതിരാണ് എന്ന് തോന്നിയിട്ട് അവരെ വധിച്ചിട്ടുണ്ട്. റഷ്യയിൽ സംഭവിച്ചിട്ടുണ്ട്, ഏഷ്യൻ രാജ്യങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. പലരെയും അങ്ങനെ വധിക്കുന്നതിനിടയാക്കിയത് യേശുവിൻ്റെ സിദ്ധാന്തം അവർ ഏറ്റെടുത്തതുകൊണ്ടാണ്, മാനവമോചനത്തിന് വേണ്ടിയുള്ള. അപ്പോൾ ആദ്യകാലത്ത് എല്ലായിടത്തും മതപ്രവർത്തകർക്ക് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. യേശു എന്തുതരം പീഡനമാണോ ഏറ്റുവാങ്ങിയത്, അത് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ അനുയായികളായി ലോകരാജ്യങ്ങളിലേക്ക് പോയവർക്കും പീഡനം അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അപ്പോൾ പീഡാനുഭവത്തിൻ്റെ ഒരു സന്ദേശമാണ്, അതിനെ സഹിക്കാനുള്ളൊരു മനോഭാവവും കരുത്തും ഉണ്ടാക്കലാണ് യേശുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട സന്ദേശം. ബാല്യകാലത്ത് എൻ്റെ നാട്ടിൽ, എൻ്റെ ഗ്രാമത്തിൽ എനിക്ക് ചുറ്റും ഒന്നിലേറെ പള്ളികളുണ്ടായിരുന്നു. ക്രിസ്മസ് മാസത്തിൽ അവരെല്ലാ ദിവസവും വൈകുന്നേരം ഭജനപ്പാട്ടുമായിട്ട് വീട്ടിലെത്തുമായിരുന്നു. പാവപ്പെട്ടവരാണ് അവരെ കൊണ്ടുവന്നിരുന്നത്. അവർ നമ്മുടെ വീട്ടുമുറ്റത്ത് വരും, അവരെ പാട്ടുകൾ പാടും. ക്രിസ്മസിൻ്റെ അന്ന് അവർക്ക് ഞങ്ങൾ സമ്മാനങ്ങളും കൊടുക്കുമായിരുന്നു. എൻ്റെ ഗ്രാമത്തിൽ അത് പ്രത്യക്ഷപ്പെട്ടത് മനുഷ്യ സ്നേഹപരമായിട്ടാണ്. ഞാൻ ക്രിസ്തു മതത്തിൽ ചേർന്നയാളല്ല, എൻ്റെ വീട്ടുകാരും അല്ല, ഈശ്വര വിശ്വാസികളായിരുന്നു അവരൊക്കെ. പക്ഷേ ആ ഈശ്വര വിശ്വാസത്തിന് യേശു തടസ്സമായിരുന്നില്ല. എൻ്റെ നാട്ടിലെ പാവപ്പെട്ടവരുടെ വിശ്വാസമായിരുന്ന, അഭയമായിരുന്ന, ആശ്രയ കേന്ദ്രമായിരുന്ന അവരാണ് വാസ്തവത്തിൽ അവർക്ക് അവിടുത്തെ എൻ്റെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് ജീവിക്കാനൊരു പ്രചോദനം കൊടുത്തത്. മറ്റുള്ളവരെ അകറ്റി നിർത്തിയപ്പോൾ അവർക്ക് മനുഷ്യൻ്റെ ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു പദവി കൊടുത്തുകൊണ്ട് മനുഷ്യരാണ് നമ്മൾ എന്നവരെ അവരെ പറഞ്ഞു കൊടുത്തത് യേശുവിൻ്റെ സിദ്ധാന്തങ്ങളാണ്. അപ്പോൾ മനുഷ്യരാശിയുടെ ഏറ്റവും പാവപ്പെട്ടവന് അഭയം നൽകുന്ന ദർശനമാണ് യേശു എന്നാണ് ഞാൻ കാണുന്നത്. ഞാൻ കണ്ടത് യേശു അതാണ്. എൻ്റെ ചുറ്റുമുള്ളവർക്ക് ആഹാരം കൊടുത്തു. ആഹാരമില്ലാത്തവർക്ക് ആഹാരമുള്ളവരെ കൊണ്ട് കൊടുപ്പിക്കാൻ ആ യേശുവിന് സാധിച്ചു. അപ്പോൾ പട്ടിണി അകറ്റാൻ, അല്ലെങ്കിൽ പള്ളിക്കൂടത്തിൽ പോകാൻ സഹായം അല്ലെങ്കിൽ ആവശ്യമായ പുസ്തകങ്ങളോ കുപ്പായമോ ഇല്ലാത്തവർ അത് കൊടുക്കണമെന്ന് മറ്റുള്ളവരിൽ തോന്നലുണ്ടാക്കാൻ യേശുവിന് സാധിച്ചു. അതാണ് വിശ്വമാനവികനായ മനുഷ്യസ്നേഹിയായ യേശു എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ കണ്ട യേശു അതാണ്.